ഇന്ന് വിളക്കൊക്കെ കത്തിക്കുന്ന കണ്ടു. അത്രയേ ഉള്ളൂ, നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മള് കൂലിപ്പണിയൊക്കെ ചെയ്താക്കി പോണത്. വലിയ ആൾക്കാരോടൊന്നും സംസാരിച്ചും നമ്മൾ 10 വരെ പഠിച്ച് വീട്ടിയിരുന്നു. അപ്പൊ നിത്യപൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം അധ്വാനിച്ചാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയത് ഇതുവരെ ഇപ്പം ആരോഗ്യമൊന്നുമില്ല. മോൻ പശു വളർത്തി അവധിൽ കിട്ടുന്ന പൈസ എടുത്ത് ചിലക്ക് അങ്ങനെ അമ്പലം പണിയാന്ന് വിചാരിച്ചിട്ട് അതിനും പശുക്ക് സുഖമില്ലാതാവണം. തീറ്റയൊക്കെ വാങ്ങുമ്പം പശു ഭയങ്കര ജോലിയല്ലേ. അപ്പൊ ഇത് അമ്പലത്തിന്റെ നിത്യപൂജകളൊക്കെ വലിയ കഷ്ടത്തിലാണ്. എനിക്കറിഞ്ഞൂടെ, ആവാനറിയാമല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അമ്മയൊക്കെ ഇപ്പം ഈ സ്വാമി സമാധിയായി സത്യമാണ്. സമാധി ആയതുകൊണ്ട് ഭഗവാന് നന്ദിയേ പറയാൻ പറ്റുള്ളൂ. അതും സ്വർഗവാതിൽ ഏകാദശി ദിവസം. അത് നമ്മൾ പിന്നീടാണ് മോന് ഈ രാഹുറൊക്കെ ഗുളികയെല്ലാം ഒക്കെ നോക്കുമല്ല. ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ആയപ്പോൾ മോന് അപ്പോഴും നോക്കാൻ പറ്റിയില്ല. പിന്നീട് കലണ്ടറൊക്കെ എടുത്ത് പഞ്ചാംഗമൊക്കെ എടുത്ത് അവൻ നോക്കിയപ്പം ഇനി അച്ഛന് ഇത്രയും മോശം കിട്ടിയാലോ നമ്മൾ കുറച്ച്. പിന്നെ എനിക്ക് സമയത്ത് മോൻ വന്ന് പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ മരുമോളും ഉണ്ടായിരുന്നു. ഓടിച്ചെന്ന് നോക്കിയിട്ട് പിന്നെ എനിക്ക് കൈയും കാലും വിറയലും സങ്കടമായിരുന്നു. ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ, സങ്കടമാണ്. ഒരു സ്ഥാനത്താണെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ. തിരിച്ച് അവിടെ നിന്ന് കരഞ്ഞ ആൾക്കാർ അമ്മ ഇവിടെ കിടന്ന് വിളിക്കല്ലേ, അച്ഛന് ഒരു നല്ലൊരു ദൈവം നല്ലൊരു ഭാഗ്യം കൊടുത്തിരിക്കുന്നു, അമ്മ വെറുതെ കളഞ്ഞു, അതിനെ കളയരുതെന്ന് പറഞ്ഞ് പിടിച്ചുള്ളൂ. സത്യം അമ്മ എന്നെ പിടിച്ചോണ്ടെന്ന് ഇവിടെ കൊണ്ടുവന്നു. ആ കാണുന്ന കട്ടിൽ അവർ ധ്യാനത്തിലിരിക്കുന്ന കട്ടിലാണ്. ആ ഗ്രീനേറ്റ് തറയിൽ അവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു തലകണ എടുത്തിട്ട് ഞാൻ കിടന്ന എനിക്ക് അത്രയും ഓർമ്മയുണ്ട്. എനിക്ക് പിന്നെ ഞാനങ്ങ് ആഹാരമൊന്നും ഇല്ലാതെ നമ്മളെല്ലാവരും കൂടെ അവരും കൂടെ ഇരുന്ന് കാപ്പി പിടിച്ചത്. രാവിലെ അമ്പലം തുറന്നു പൂജ ചെയ്തു, നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചെന്നു തൊഴും, എല്ലാവരും കൂടെ വരും, നിവേദ്യം കഴിക്കും. പിന്നെ അതിൽ തുടർന്ന് അന്ന് പാപ്പശം ഉണ്ടായിരുന്നു, ചായയൊക്കെ ഇട്ട് എല്ലാവരും കൂടെ. പിന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് അവർക്ക് ആഹാരങ്ങളൊക്കെ കൊടുക്കുമ്പം വലുതായിട്ടും കഴിക്കില്ല, വലുതായിട്ട് സംസാരിക്കില്ല. കൂടുതൽ ഇവിടെ കൂടുതൽ ഇതേ ഈ കസേര ആ സൈഡിലാണ് ഇരുന്നത്. വന്ന് അവിടെ ഇരുന്ന് അങ്ങനെ ധ്യാനിച്ച്. പിന്നെ വീട്ടിൽ എവിടെ പോയാലും ഇവിടെ വസ്തു വാങ്ങിച്ച് അവിടെ ഒരു മാടം കെട്ടും. കൃഷിയാണ് ചെയ്തിട്ട് അവിടെ ഒരു തിരിയും കത്തിച്ച് വെച്ച് അവിടെ ധ്യാനം. എവിടെയാണ് ഞങ്ങൾ വീട്ടിൽ രാത്രി ഉറങ്ങുമ്പം കൊച്ചു പിള്ളേരാണ്ട് 2 കട്ടിലും ഇങ്ങനെ അടുത്തടുത്തിട്ടിട്ടാണ് കിടക്കണം. അപ്പോൾ ഒരു സൈഡിൽ ഞങ്ങൾ ഉറക്കത്തിന് സാമ്പ്രാണി തീരുമാനം കണ്ട് നോക്കുമ്പം തിരിയും കത്തിച്ച് ചമ്മണം കൂട്ടിയിരുന്നു ധ്യാനമാണ്. അന്നത്തെ സമയം ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈ മരിക്കാൻ ആൾക്കാർക്ക് തിരിയൊക്കെ കത്തിച്ച് വെച്ച് എനിക്കറിവില്ല. ഞങ്ങൾ ഭദ്രാളി അയ്യപ്പനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, എൻ്റെ അമ്മയും എൻ്റെ കുടുംബമൊക്കെ. ശ്രീസന്ധ്യയ്ക്കും നിലവിളക്ക് കത്തിക്കും, അമ്മ പറഞ്ഞു തരും, നമ്മൾ അതുപോലെയൊക്കെ ചെയ്യും. ഈ ശിവൻ എന്ന് പറഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വന്ന ശേഷമാണ് നമുക്കറിയാം. അവിടെയും വിഗ്രഹം വെച്ചിട്ട് പൂജയായിരുന്നു. അതെ, മുനിസിപ്പാലിറ്റിയിൽ ഒരു റൂം എടുത്ത് അവരെ കൂട്ടുകാരൊക്കെ അവിടെ കിടക്കേണ്ട സൗകര്യത്തിന് അവിടെയും കമ്പിളിയും തലങ്കണയും അവിടെയും എല്ലാവർക്കും അറിയാം മേശയിൽ കൊണ്ടിട്ടിരിക്കും സാമ്പ്രാണി. അതേപോലെ മരുത്തമല, അഗസ്ത്യാർകൂടം, ഈ ഹിമാലയ മഞ്ഞൊരു വർഷത്തിൽ അതൊരു 3 മാസം ഉണ്ടല്ലോ മഞ്ഞുരുണ ഗുഹയിൽ. ആ ഗുഹയിൽ പോയപ്പം ഈ തിരിച്ച് വരണില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് സമാധി ആവാനാണ് ആൾപ്പുള്ളി പെയ്യത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ മോൻ 16 വയസ്സായി, മൂത്ത ആളില്ല മരിച്ചു. ഇനി വേറെ ആൾ, 2 മക്കളും ഞാൻ. ആ സമയത്ത് ഞാൻ ഭഗവാന് അറിയാം നമ്മൾ ഇവരിവിടെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പിള്ളേരെ നോക്കി ശ്രീസന്ധ്യയ്ക്ക് വിളക്ക് എത്തിക്കുന്ന അവൻ പറയും. അത് കഴിഞ്ഞിട്ട് എനിക്ക് തയ്യലാണ്, അവർക്ക് വിറവ് വെച്ചോടുകൊണ്ട് അവരില്ലെങ്കിലും കീറിയിട്ടിട്ട് പോയി ഞാൻ തൂക്കിയൊക്കെ കൊടുക്കും. ഇങ്ങനെയൊക്കെ പിന്നെ ഇവിടെ വന്നു ഇവിടെയും 16 സെൻറ്റ് ഈ ഇരിക്കുന്ന ഭൂമി 16 സെൻറ്റ് ഞങ്ങൾ അങ്ങേര് വൈദ്യം പോലീസ് ജോലിയുണ്ട്, വൈദ്യവും ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ അവിടെ ഇവർ പാവങ്ങളായിട്ടൊക്കെ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ച സമയത്ത് ഇവരിങ്ങനെ അങ്ങേരെ കീഴിൽ വൈദ്യം പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി. അപ്പോൾ അങ്ങേര് കളരി കരാട്ട പണ്ടൊക്കെ ഇങ്ങനെ കുസ്തിയൊക്കെ കാണിക്കുന്ന ഒരു ടൈപ്പ് കൂടെയാണ് ആ പോലീസിന്. അങ്ങനെ അവിടെ നിന്ന് കുറേ വൈദ്യ ചികിത്സ തടവൻ ഇങ്ങനെയൊക്കെ പഠിച്ച് എന്നെ കല്യാണം കഴിച്ച സമയത്ത് അമ്മയടുത്ത് വീട്ടിലൊക്കെ പറയുകയാണ് ചെയ്തത്. എതിർശയിൽ അങ്ങനെയൊക്കെ അതും 10-32 വയസ്സൊക്കെ ആയ ശേഷം നല്ല പ്രായം കെട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അങ്ങനെയൊക്കെ നടന്നില്ല.
ഇപ്പം ഇപ്പം അമ്മയും മോനുമാണ് ഈ പൂജ ചെയ്യുന്നത് അല്ലേ? ഞാൻ പൂജ ശ്രീസന്ധ്യക്ക് വിളക്കത്തിച്ചതിന്റെ രീതിയിൽ ഇവിടെയും കത്തിച്ചു, അവിടെയും കത്തിക്കും. അപ്പം സമാധി മോൻ അങ്ങ് നട തുറക്കുമ്പോൾ അവിടെ പ്രത്യേക ശിവലിംഗ പൂജയ്ക്ക് നമുക്കതൊന്നും ചെയ്തുകൂടല്ല. നമുക്ക് ദീപത്തിൻ്റെ പ്രകാശത്തിൻ്റെ പുഷ്പം അർച്ചിക്കാവും. അപ്പം കാവിൽ പോയി, കാവിലും നാഗരെ പൂജിക്കാൻ പറ്റില്ല. നാഗത്തിൻ്റെ ദീപം ത്തിന് പുഷ്പം അർച്ചിച്ച് അന്ന് അമ്മയ്ക്ക് വല്ലാതെ വിഷമിച്ചു, വല്ലാതെ എല്ലാവരുടെയും കാല് പിടിച്ച് പറഞ്ഞു പോസിറ്റീവിനെ എടുത്തോണ്ട് പൊളിക്കരുത്, കൊണ്ടുപോകരുത്. ഞാൻ സത്യം ചെയ്തു, ഈ ക്ഷേത്ര നടയിൽ ആർക്കെങ്കിലും കള്ളം ചെയ്യാൻ പറ്റും? നിങ്ങൾ എല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആർക്കെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത ഇവിടെ എല്ലാം വരും, എല്ലാം ശരിയാകും. ഈ അമ്പലം ശരിയാകും. കാരണം ഇന്നത്തെ സത്യമുണ്ടല്ലോ. എനിക്ക് എല്ലാത്തിലും സങ്കടം. അത് അമ്മയ്ക്ക് അത് കാണാൻ പറ്റും. നല്ല രീതിയിൽ ഈ ക്ഷേത്രം ഉയരുന്നത് കാണാൻ പറ്റും. നാട്ടുകാരത് മനസ്സിലാക്കും കേട്ടോ. അതിനൊന്നും വിഷമിക്കണ്ട. കാരണം അന്ന് ഒത്തിരിയും കരഞ്ഞു, ഞങ്ങൾ കണ്ടതാണ്. ഭഗവാന്റെ പൂജ എനിക്ക് സങ്കടം എന്തെന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ പൂജ മുടങ്ങാൻ പാടില്ല. ഞങ്ങൾ എല്ലാ വസ്തുവും എനിക്ക് അമ്മ ശ്രീ തന്നു. എല്ലായിടും ഞങ്ങൾ വിറ്റ് എല്ലാം ഒതുക്കി ഇവിടെ വന്നു. ഞങ്ങളൊരു ചെറിയ ഷെഡ് വെച്ചിട്ട് ഭഗവാന്റെ അമ്പലത്തിന് ഇത്രയാക്കി വെച്ച്. ഇതൊരു വലിയ അമ്പലമാണല്ലോ, അത്ര ചെറിയ അമ്പലമല്ല. ഗോപുരം ഞങ്ങൾ 30 വർഷത്തിന് മുമ്പ് ഇവിടെ അഗസ്ത്യാരെയും പൂജിച്ച് ഈ ബാലാലയം ശിവൻ, നിങ്ങൾക്ക് ഹിന്ദു കാണാം, ബാലാലയം എന്ന് പറഞ്ഞാൽ ആ ശിവനെയാണ് ഇവിടെ കൊണ്ടുവന്ന ആദ്യം. ശിവലിംഗം ഇപ്പം ബാലാലയം ശിവലിംഗം അതിനകത്തായി ഷടാധാര പ്രതിഷ്ഠയൊക്കെ ആക്കി എല്ലാം. ഈ മോനെ ഇതിനിടയ്ക്ക് പൂജ പഠിപ്പിച്ച് അവർക്കറിയാം അവർക്ക് പൂർത്തിയാക്കാൻ പറ്റൂല എന്ന്. മോൻ്റെ ഒരു മോനും പ്ലംബിങ് ഈ വയറിങ്ങൊക്കെ മോനാണ് ചെയ്തത്, ഈ ഇരിക്കണ പോറ്റി. അപ്പം അവൻ ഈ പണി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അച്ഛൻ പറഞ്ഞ്, മക്കളെ നമുക്ക് മഹേശ്വരൻ നമ്പൂതിരി, ഈ പത്മനാഭസ്വാമി ക്ഷേത്രം കേട്ടിട്ടുണ്ടല്ലോ, അറിയല്ല, അവിടെ ഒരു മഹേശ്വരൻ നമ്പൂതിരി ഈ എല്ലാ ജാതി ഭേദം ഇങ്ങനെ പൂജ പഠിപ്പിക്കുന്നു. അച്ഛ അവിടെ അന്ന് വസ്തു വാങ്ങിച്ച സമയത്ത് അച്ഛ അവിടെ വസ്തു അവിടെ ഒരു ഓട്ടോറിക്ഷ മാത്രമേ നമ്മുടെ ആ വീട്ടിലോട്ട് കയറിപ്പോളൂ. ആ പഴയ വീട്ടിൽ സത്യം ഒരു വണ്ടി വരണ ഒരു പാത വേണം, ഒരു ആവശ്യം വന്നാലും നമുക്കത് വേണം. ആ കണക്കിന് നിങ്ങൾ തരണമെന്ന് പറഞ്ഞു. അപ്പം ഈ പുള്ളി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ അന്നത്തെ ഇത് തരവനായിരുന്നു. ഈ പുള്ളി നമുക്ക് ആ മരം മുറിച്ച് തരാൻ പറ്റൂല എന്ന് പറഞ്ഞ പുള്ളിയുടെ പേര് പറയാൻ പാടില്ല. അപ്പം മരം മുറിച്ച് തരാൻ പറ്റൂല എന്ന് പറഞ്ഞ ആ പുള്ളി അന്ന് അപ്പം ഈ പുള്ളി തരവനായിരുന്നു. ആ പുള്ളിയാണ് അച്ഛന് വസ്തു വാങ്ങിച്ചു കൊടുക്കുക. അപ്പം അച്ഛൻ പറഞ്ഞ് ഇപ്പോൾ ഈ പുള്ളി ആ പുള്ളിയുടെ സൈഡിൽ നിന്നും കൊണ്ട് അവിടെ ആട്ട കയറണം, ഒരു ആട്ട ഊരിഞ്ഞിരിങ്ങി പോകുന്ന ഒരു വീതി മാത്രം തന്നിട്ട് വസ്തുവിനെ അങ്ങ് തന്നു. അപ്പോൾ നിങ്ങൾക്ക് സമയമാകുമ്പം തരാമെന്ന് പറഞ്ഞിട്ട് തന്നു. അപ്പം അച്ഛനത് ഭയങ്കര വിഷമമായിപ്പോയി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹന സൗകര്യങ്ങളുണ്ടെങ്കിൽ ഒരാൾക്ക് സുഖമില്ലാതായിപ്പോയി ഒരാൾക്ക് സുഖമില്ലായിപ്പോയി പെട്ടെന്ന് ഒരു വീട്ടുകടയിൽ ഒരു വണ്ടി വന്നാൽ എല്ലാവർക്കും ആവശ്യമില്ല. ഒരു വീട്ടുകടയിൽ വണ്ടി വരുമ്പോൾ വാഹന സൗകര്യം വരുമ്പോൾ എല്ലാവർക്കും ആ ഒരു റോഡ് കൊണ്ട് ആ ഒരു പാത കൊണ്ട് ഉപയോഗമല്ലേ ഉള്ളൂ. അച്ഛൻ അത് ലക്ഷ്യം കണ്ടിട്ടാണ് അച്ഛൻ പറഞ്ഞത് ഉയരോട്ടുള്ള വീടുകാർക്ക് ഉപകാരം വരും. അപ്പം നിങ്ങൾ റോഡിൻ്റെ വീതി കൃത്യമായിട്ട് തന്നാൽ എത്ര പേരാണോ ഉയരോട്ട് വസ്തു ഉള്ളത് അവർക്കെല്ലാം ഉപകാരം വരും, എനിക്ക് മാത്രമല്ല. അപ്പം നിങ്ങൾ അത് കണക്കാക്കി തരാതെ എനിക്ക് ആട്ട മാത്രം കയറി തരാതെ നിങ്ങൾ ആ വസ്തു കൊടുക്കാം. അച്ഛൻ പ്രമാണവും ചെയ്ത് വെച്ച് അച്ഛന് വസ്തുവും വിട്ടു കൊടുക്കാത്ത അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ പ്രമാണവും അച്ഛൻ ചെയ്ത് മാറ്റും പോയി. അപ്പം പറഞ്ഞ് നിങ്ങൾക്ക് സമയമാകുമ്പോൾ തരാന്ന് പറഞ്ഞിട്ട് സമയമാകുമ്പോൾ തന്നുമില്ല. വേറൊരാൾ ആ ഫ്രണ്ടിൽ കയറി വാങ്ങിക്കുകയും ചെയ്ത് നമ്മൾ പോലും അറിയാതെ അവർ ടക്കനെ മതിലും കെട്ടി പോയപ്പാണ് നമ്മൾ അറിയണത്. മതിൽ കെട്ടിക്കളഞ്ഞു അവിടെ കൊണ്ടുവന്ന് അപ്പാണ് നമ്മൾ അറിയണത്. മതിൽ കെട്ടാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ അറിയണത് അത് വഴി തരാൻ പറ്റൂല, ഇത്ര ഇട്ടേ തന്നുള്ളൂ, നമ്മളെ ഇത്രയും മാച്ചതാണ്. അങ്ങനെ നമ്മൾ ആ സമയത്ത് പറ്റിച്ച്. ഇതിപ്പോ ഈ സമാധിയുടെ പ്രശ്നം വന്ന് ആദ്യം ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത് ആരാ? ആ പുള്ളി തന്നെയാണ് വന്നത്. അതാണ്. അപ്പം ഇത് പൂർവ്വ വൈരാഗ്യമാണ്. പൂർവ്വ വൈരാഗ്യമാണ്. അപ്പൊ അപ്പോഴും മുതൽ ഈ എന്ന് പറഞ്ഞ പുള്ളിയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കയറി നമ്മൾ വാങ്ങിച്ചു കളഞ്ഞ വസ്തു നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ വസ്തു നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമ്മൾ ഇഷ്ടമുള്ള പുള്ളി. അപ്പം ഈ ഒരാൾ മരണപ്പെട്ടാൽ പോലും അങ്ങേരോട് അദ്ദേഹത്തോടുള്ള ഒരു വെറുപ്പ് മാറുന്നില്ല. ഇത് തന്നെയാണ്. അതായത് പല തരത്തില് നമ്മുടെ അവിടെ ആറാലും കൂടി ജീവിച്ച പല തരത്തിലും. നിങ്ങൾ എന്തുകൊണ്ടാ പേര് പറയാൻ പഠിക്കുന്നതിനാ? നിങ്ങൾക്ക് അത് പാടില്ല. അതായത് ഒരിക്കലും ഒരു മനുഷ്യന് നമുക്ക് ഈശ്വരനെ ആരാധിക്കുന്ന ആൾക്കാരാണ്. ഈശ്വരന് എപ്രകാരമാണോ ശത്രുക്കളുമില്ല മിത്രങ്ങളുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നമുക്ക് ശത്രുവുമില്ല മിത്രവുമില്ല. അതാണ് നമ്മുടെ ജീവിതവും. അതായത് ഭഗവാന് എല്ലാവരും സമമാണ്, നമുക്കും അതേപോലെ എല്ലാവരും സമമാണ്. തെറ്റ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ അത് ദൈവത്തിൻ്റെ കയ്യിലാണ്, നമ്മളെ കയ്യിലല്ല. അപ്പം നമ്മൾ ശിക്ഷ കൊടുക്കാൻ നമ്മളാളല്ല, നമ്മളൊന്നുമല്ല എല്ലാം. അതായത്
മാതാവ് എന്ന് പറയുന്നത് അപ്പൊ സത്യം. ഇവിടെ വന്നപ്പം ഇത് ഇങ്ങനെ റോഡില്ലായിരുന്നു, റോഡ് ഉണ്ടാക്കി. ഏത് ഈ റോഡ് ഉണ്ടാക്കി, ഈ റോഡ്. കണ്ടല് എന്ത് താന്നാണ്. മാതാവ് എന്ന് പറയുന്നത് സത്യവും, പിതാവെന്ന് പറയുന്നത് ധർമ്മവും, നമ്മുടെ ന്യായ അന്യായങ്ങളെല്ലാം നമുക്ക് ഉപദേശിച്ചിരുന്ന ഗുരുകാരണവന്മാരും നീതി നടപ്പാക്കുന്നത് ഈശ്വരനുമാണ്. അത് ആർക്കും അറിയത്തില്ല. എല്ലാവരും പറയും എല്ലാം നമ്മളെ തന്നെയാണ്. ഇല്ല, നീതി നടപ്പാക്കുന്നത് ആ ഭഗവാനാണ്. ആ ഭഗവാൻ ഇരിക്കും. ഓരോരുത്തരും എന്തെല്ലാം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവനവനിൽ തന്നെ കുടികൊള്ളുന്നത്. നമുക്ക് വേണ്ടി നിങ്ങളും വിഷമിക്കും. അതായത് നമുക്കൊരു സങ്കടം. ഞാൻ ഒരാളിങ്ങനെ ചൂണ്ടി വർത്തമാനം പറഞ്ഞ ബാക്കി 4 പേരിൽ എന്നെ നോക്കിയിട്ടാണ് ചൂണ്ടുന്നത്. അതായത് അവനവനിൽ കുടികൊള്ളുന്നത് ആ ഈശ്വരൻ. അവനവൻ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം അവനവന് കിട്ടുമെന്ന് പറയുന്നത് പോലെ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ്. കർമ്മം അവൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഭഗവാൻ അവനിൽ തന്നെ ഇരിക്കുകയാണ്. ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ ചെയ്യുന്ന തെറ്റ്. ഇപ്പൊ നമ്മളിവിടെ സന്ധ്യ വരുമ്പോ പാട്ട് വെക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതായത് പാട്ട് വയ്ക്കാനുള്ള സംവിധാനങ്ങൾ അച്ഛൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇത്തിരി വയർ കംപ്ലൈന്റ് ആയി കിടക്കുന്നു, അതുകൊണ്ട് കിട്ടില്ല. സന്ധ്യ സമയത്ത് ഒരു അമ്പലത്തിന്റെ ഒരു പ്രതീതി അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് അച്ഛൻ അവിടെ എല്ലാം നാഗരികാവിന്റെ അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് വയർ കംപ്ലൈന്റ് ആയി കിടക്കുന്നതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. നാഗരികാവിന്റെ അവിടെ അമ്പലം ഉണ്ടോ? ഓ, നാഗരികാവുണ്ട്. ദൂക്ക് ഇവിടെ അതൊക്കെ ദീപം കത്തുന്നു. ദൂക്ക് ദീപം കത്തുന്ന നാഗരികാവാണ്. ദൂക്ക് കണ്ട, നാഗരികാവാണ് ദീപം കത്തുന്നത്. അവിടെ ഈ ഹാണുണ്ട്. പാട്ട് വയ്ക്കാനുള്ള സംവിധാനം എല്ലാം അച്ഛൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കുടുംബം നാട്ടുകാര് കല്യാണത്തിന് പോവില്ല, മരണത്തിന് പോവില്ല എന്ന് പറയുന്ന ഇവരെടുത്ത് സത്യം അറിയണം. അപ്പൊ അവര് ഇതിൽ നിന്നെല്ലാം മുക്തമായിട്ട് മായാബന്ധങ്ങളിൽ നിന്ന് മുക്തനാവാനോ ബന്ധുക്കളോ ഒന്നുമില്ല. അപ്പൊ അവരെല്ലാത്തിൽ നിന്നും മുക്തമായിരിക്കുന്നവരാണ്. അപ്പൊ അവർ ഈശ്വരനെ മാത്രം ഭജിച്ച് അവരാരെ ഉപദ്രവിക്കാൻ പോയിട്ടില്ല. ഒരു കുടുംബത്തിന്റെ, ഈ നാട്ടിലുള്ള ഒരു കുടുംബത്തിന്റെ വീട്ടിൽ ചെന്ന് നുണ പറയാനോ അവരെ കുറ്റപ്പെടുത്താനോ അവരെ കാര്യത്തിൽ ഇടപെടാനോ പോയിട്ടില്ല നമ്മൾ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അവരെ ഒരു കാര്യത്തിന് അവര് അവിടെ ഇരിക്കുന്നു, ഇവിടെ പോകുന്നു. നമ്മൾ എവിടെ പോകുന്നു? നമ്മൾ ചോദിക്കാറില്ല. നമ്മൾ ഭഗവാനെ ഭജിച്ചു പോകുന്ന നമ്മളെ കുടുംബത്തിന് അത്രയ്ക്കും നോവിച്ചിട്ടുണ്ട് നാട്ടുകാർ. നമ്മളത് മനസ്സിലാക്കണം. അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്വസ്ഥമായിട്ട് കഴിയുന്ന ഒരു കുടുംബത്തിന് അപ്പോൾ അവർ വന്ന് മാധ്യമങ്ങൾ നോക്കാനുള്ളത് അവരെന്താണ്? അവർ ക്ഷേത്രവുമായിട്ട് കഴിയുന്ന, അവർക്ക് വേറെ അവർ സന്യാസി കുടുംബമാണ്. അവർ ഭഗവാൻ ആരാധിച്ച് കഴിയുന്നവരെ ഉപദ്രവിക്കാൻ പാടില്ല. അവർ സത്യം അറിയണം. സത്യം അറിഞ്ഞിട്ട് നുണപ്രചരണങ്ങൾ നടത്തണമായിരുന്ന മാധ്യമങ്ങൾ. സത്യത്തെ മാത്രം മാർക്കറ്റ് മാത്രം നോക്കി അവര് പണം ഉണ്ടാക്കാൻ, അതായത് ഇത് എങ്ങനെ നമുക്ക് ഇതിനകത്ത് പണം ഉണ്ടാക്കാമെന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി അവര് നാട്ടുകാർ പറയുന്നതാണ് സത്യമെന്ന് കരുതി അവരെങ്ങനെ നുണകൾ ഇട്ടുകൊണ്ടിരുന്നു. അത് ഒരിക്കലും ഒരു മാധ്യമധർമ്മം പാലിക്കാൻ പാടില്ല. ഒരു മാധ്യമധർമ്മം എന്നാണ് പറയുന്നത്. മാധ്യമധർമ്മം ചെയ്യേണ്ടത് സത്യത്തെ അറിഞ്ഞിട്ട് ആ സത്യം ഇടണം. അല്ലാതെ ഒരിക്കലും ഒരു കുടുംബത്തിനെ കരിവാരി തേച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ, അതായത് പ്രത്യേകിച്ച് ഇതേപോലത്തുള്ള സനാതനധർമ്മം പോലത്തുള്ള ഈ മഹാക്ഷേത്രത്തിന് പരിപാവനമായിരിക്കുന്ന ഭഗവാന്റെ നടയിൽ അധർമ്മം കളിയാടിയിട്ടുണ്ട്. ധർമ്മമല്ല കളിയാടിയത്, പക്ഷെ ധർമ്മം ജയിച്ച്. ഇത്രയ്ക്ക് നമുക്ക് സങ്കടമുണ്ട്. അത്രയ്ക്ക് സങ്കടമുണ്ട കാര്യമാണ്. ഏതായാലും ആ ഒരു പ്രതിസന്ധി, ആ ഒരു വലിയ ഘട്ടമാണ് നിങ്ങൾ കടന്നു വന്നത്. ഇപ്പോൾ ഉള്ളത് നിത്യപൂജയ്ക്കുള്ള നിങ്ങളുടെ ഒരു ഓട്ടപ്പാച്ചിലാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് അധ്വാനിച്ച് പശുവിനെ കറന്ന് ആ പാല് കൊണ്ട് കൊടുത്ത് വൈകുന്നേരത്തേക്കുള്ള എണ്ണയും തിരിയും വാങ്ങിച്ച് പൂവും വാങ്ങിച്ച് നിങ്ങൾ പൂജ നടത്തി നിങ്ങൾ ഇങ്ങനെ പോവുകയാണ്. തീർച്ചയായും ആരോടും പരാതിയുമില്ല, പരിഭവമില്ല. നിങ്ങൾക്ക് ആയുസ്സും നിങ്ങൾക്ക് ആരോഗ്യമുള്ള കാലം നിങ്ങളിത് ചെയ്യാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങളുടെ ജീവിതം വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ആ ഭഗവത് സേവയിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇനി ആരെ ഉപദ്രവിക്കണമെന്ന് അല്ലെങ്കിൽ നമുക്ക് അത് അന്നുമില്ല ഇന്നുമില്ല. തീർച്ചയായിട്ടും അത് ദൈവം കാണും, നിങ്ങളുടെ ഗുരു കാണും. അതിനകത്തൊക്കെ ഒരു സത്യമുണ്ട്. അപ്പോൾ അത് വിജയിക്കുക തന്നെ ചെയ്യും. അപ്പം ഭയങ്കര സന്തോഷം, ഇവിടെ വന്നതിൽ ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഇനിയെങ്കിലും മാധ്യമങ്ങള് എവിടെ പോയിരുന്നാലും ഏതൊരു സ്ഥലത്ത് പോയിരുന്നാലും ആ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ആരും സത്യത്തെ അറിയാതെ ഒരിക്കലും ഒരു വാർത്ത ഇടരുത്. സത്യം അറിഞ്ഞിട്ട് പറയാം. ഈ ലോകത്തോട് എനിക്ക് പറയാനുള്ളത് സത്യം അറിയണം. സത്യത്തെ അറിഞ്ഞിട്ട് ആ സത്യം മാത്രം വിളിച്ചു പറയണം. അല്ലാതെ നാട്ടുകാര് പറയുന്നത് കേട്ടിട്ട് അതിനെ വിഴുങ്ങിക്കൊണ്ട് ആ ഒരു മാധ്യമങ്ങളും വാർത്ത ഇടരുത്. കാര്യം അത് തൻ്റെ ജീവിതത്തെ മാത്രമല്ല കീറി മുറിക്കുന്നത്, തൻ്റെ ആത്മാവിനെ കൂടെ കീറി മുറിച്ചുകൊണ്ട് മനസ്സിലാവും. അതിന്റെ ജീവിതത്തിനെ ആത്മാവിനെല്ലാം അങ്ങനെയല്ല ആത്മാവിനെ മൊത്തം കീറി മുറിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തകള്
അത്രയ്ക്കും പ്രയാസം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് കളിയാക്കി വീണ്ടും അടുത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിൽ കയറി വീണ്ടും അടുത്ത് സുരാജ് വെഞ്ഞാറമൂട് ഇങ്ങനെ അടുത്ത് ഓരോ കോമഡി താരങ്ങളെ വെച്ചിട്ട് എൻ്റെ അമ്മയെ വെച്ച് കളിയാക്കി അത്രയ്ക്ക് അവർക്ക് മാതാവുണ്ട്, അവർക്ക് മാതാപിതാക്കളുണ്ട്. അപ്പൊ ഒരു സ്വന്തം അമ്മയെ അത്രയ്ക്ക് കളിയാക്കുന്ന ഒരു ജനം ഇന്ന് ഉണ്ടായ കാരണം അവരെ മാംസം കഴിക്കുന്നതുകൊണ്ടാണ്. കാര്യം അവരുടെ മനസ്സ് മൊത്തം മൃഗതുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ നീ ഇങ്ങനെ പണം ഉണ്ടാക്കിയാൽ മതി, മക്കളെ നീ മറ്റുള്ളവരെ കളിയാക്കിയിട്ട് നീ പണം ഉണ്ടാക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മാതാപിതാക്കൾ. അപ്പം മക്കൾ എന്തിരിയും അതുപോലെ കേട്ടും കൊണ്ട് മറ്റുള്ളവരെ കളിയാക്കി മറ്റുള്ളവരുടെ ജീവിതത്തിനെ നശിപ്പിച്ചിട്ട് കളിയാക്കി പണം ഉണ്ടാക്കുകയാണ്. അതൊരിക്കലും പറയാൻ പാടില്ല. അവർക്കും മാതാപിതാക്കളുണ്ട്. പക്ഷേ എൻ്റെ അമ്മ ഇത്രയ്ക്ക് ഭയങ്കരമായി വേദനിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മയെ ആ രീതിയിൽ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഒരിക്കലും പാടില്ല, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അമ്മ ശരി, എന്നാല് ഞങ്ങൾ ഇനിയും വരും. അപ്പം ഓം നമഃശിവായ, എല്ലാം മംഗളമായി ഭവിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.